ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച രോഹിത് ശർമ്മയ്ക്ക് അപൂർവ റെക്കോർഡ്. 4 ICC ടൂർണമെന്റിലും ടീമിനെ എത്തിക്കുന്ന ആദ്യ നായകനായി മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. കൂടുതൽ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഒന്നാമതെത്തിച്ചു എന്നുള്ള ആ ഒരു പ്രത്യേകത കൂടി ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാവുകയാണ്. ICC ടൂർണമെന്റിൽ തന്നെ വലിയൊരു വിജയം എന്ന് തന്നെ ഇത് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും പ്രവിത, അതിനപ്പുറത്തേക്ക് രോഹിത് ശർമ്മയ്ക്കെതിരെ വലിയൊരു അധിക്ഷേപമാണ് ഷമാ മുഹമ്മദ്, കോൺഗ്രസിന്റെ വക്താവ്, നടത്തിയിട്ടുള്ളത്. തടിയനെന്നും ഒപ്പം തന്നെ രോഹിത് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മതിപ്പുളവാക്കാത്ത ക്യാപ്റ്റൻ എന്നായിരുന്നു അവരുടെ വിമർശനം. പക്ഷേ അവർക്ക് തെറ്റിയില്ലെങ്കിൽ ക്ഷമ കാണാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ രോഹിത് നേടിയിരിക്കുന്നത്. ICC ചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ 4 ടൂർണമെൻറ്റുകളിലേക്ക് ICC ഇവൻറ്റുകളിലേക്ക് ടീമിനെ നയിക്കുന്ന ആദ്യ നായകൻ എന്ന ചരിത്ര നേട്ടമാണ് രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാക്കാനാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ധോണിക്കോ, റിക്കി പോണ്ടിങ്ങിനോ, കെയ്ൻ വില്യംസിനോ അടക്കം ആർക്കും സാധിക്കാത്ത ഒരു വലിയ നേട്ടമാണ് രോഹിത് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത്. 2021 രോഹിത് ഇന്ത്യയുടെ നായകനാവുന്നത്. അതിനുശേഷം 2022 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് ടീമിനെ നയിച്ചു. പിന്നാലെ 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് നയിച്ചു. പക്ഷേ ഈ 2 ടൂർണമെൻറ്റുകളിലും ഇന്ത്യക്ക് ഫൈനലിൽ തോൽവി വിളഞ്ഞു. പക്ഷേ കഴിഞ്ഞ തവണ ലോക ടെസ്റ്റ് 2020 ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് നയിച്ചപ്പോൾ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചു. ഇപ്പോൾ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്കും രോഹിത്തിന് ഇന്ത്യയെ നയിക്കാനായി. ഇതോടുകൂടി 4 ICC ഇവൻറ്റുകളിലേക്കാണ് രോഹിത് ഇന്ത്യയെ നയിച്ചിരിക്കുന്നത്. ഇതൊരു അപൂർവ റെക്കോർഡാണ്. മറ്റവർക്കും ഇതുവരെ ഇങ്ങനെ ഒരു നേട്ടം എത്തിപ്പിടിക്കാനായിട്ടില്ല. ധോണി 3 ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയെ നയിക്കുകയും അതിൽ കിരീടം നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ധോണിക്ക് ഇതുവരെ ചാമ്പ്യൻസ് ട്രോഫി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലേക്ക് നയിക്കാനായിട്ടില്ല. അന്ന് ധോണി കളിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്ന ഒരാൾ കെയ്ൻ വില്യംസനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് ടീമിനെ നയിക്കാനായില്ല. എന്തായാലും രോഹിത്തിന് വലിയൊരു നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതൊരു കിരീടത്തിൻ്റെ തിളക്കം കൂടി ഉണ്ടെങ്കിൽ ആ നേട്ടം കൂടുതൽ തിളക്കമുള്ളതായി മാറും. പ്രവിത, ശരി, ICCയുടെ എല്ലാ ടൂർണമെന്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ചു എന്നുള്ള നേട്ടം കൂടി രോഹിത് ശർമ്മയ്ക്ക് സ്വന്തമാവുകയാണ്. അപ്പോൾ ഇന്ത്യയെ നയിച്ച രോഹിത് ശർമ്മയ്ക്ക് അപൂർവ റെക്കോർഡ് കൂടി സ്വന്തമായിരിക്കുന്നു. 4 ICC ടൂർണമെന്റിലും ടീമിനെ എത്തിക്കുന്ന ആദ്യ നായകനായി മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ തകർപ്പൻ വിജയം ആഘോഷമാക്കുകയാണ് ആരാധകർ. ഫൈനൽ മത്സരം ദുബായിൽ നിന്ന് കാണാനാകുമെന്ന സന്തോഷത്തിലാണ് ഓരോരുത്തരും സ്റ്റേഡിയം വിട്ടിറങ്ങിയത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയുടെ മനോഹരമായ കളി കണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് നിർവൃതി അടഞ്ഞാണ് ഓരോ ആരാധകനും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇനിയിപ്പോൾ ഫൈനലിൽ ഇന്ത്യ ഇവിടെ വെച്ച് തന്നെ കപ്പ് സ്വന്തമാക്കുന്ന കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. വലിയ സന്തോഷത്തിലാണ്, വലിയ ആരവത്തോടു കൂടി. कैसा मैच? बहुत अच्छा कैसा था मैच? बहुत बढ़िया मैच था. मैच एक बार भी ऐसा नहीं लगा कि ऑस्ट्रेलिया के हाथ में गया मैच हमेशा इंडिया के हाथ में रहा, रेगुलर इंडिया के हाथ में. सबसे ज़्यादा हमें खुशी है कि फाइनल भी दुबई में हो गया. सॉरी पाकिस्तान, सॉरी फॉर होस्टिंग चैंपियंस ट्रॉफी. यू वांट टू से समथिंग? फाइनल्स दुबई में होना है. पाकिस्तान की 3 स्टेडियम वेस्ट हो जाएंगे. Will be right? हाँ, पाकिस्तान की सारे 3 स्टेडियम वेस्ट हो जाएंगे. जो बनाए ना अभी सारे वेस्ट हो जाएंगे क्योंकि फाइनल से दुबई में ही होने वाला है. जीत गया भाई, जीत गया इंडिया, जीत गया. തീർച്ചയായും. कैसा था मैच? I'm so happy today that India won and hopefully I'll see the final. Yes! I love India! पाकिस्तान ने जो भी स्टेडियम बनाया है ना सब कुछ वेस्ट जाने वाला है. सारे मैच दुबई में होंगे इंडिया के. തീർച്ചയായും ഇത്തരത്തിൽ ഫൈനൽ മത്സരം ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഓരോരുത്തരും ഇറങ്ങി വരുന്നത്. ആ വലിയ സന്തോഷത്തിലാണ് ഓരോ ആരാധകരും തന്നെയാണ് വീണ്ടും എടുത്തുകൊണ്ട്. कैसा था मैच? നല്ല അടിപൊളി കളികളായിരുന്നോ? അതെ. പിന്നെ അല്ല, നമ്മൾ താർക്കത്തില്ല, കപ്പ് കൊണ്ടല്ലേ പറ്റുള്ളൂ. ഇനി പാകിസ്ഥാനിലുള്ള എല്ലാവരും ഇവിടെ വരട്ടെ ഫൈനൽ കാണാനായിട്ട്. അടുത്ത കളി ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അടുത്ത കളി ഡെഫിനറ്റ്ലി കാണണം. അതിൽ കിങ് കോഹ്ലിൻ്റെ ഒരു സെഞ്ചുറിയും കാണണം. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്. നമ്മളിന്ന് മിസ് ചെയ്തത് കിങ് കോഹ്ലിൻ്റെ ഒരു സെഞ്ചുറി മാത്രമാണ്. ഇനി അടുത്ത കളിയിൽ അതും കൂടി കാണണം. അത് തന്നെ ഇപ്പം തന്നെ ബുക്ക് ചെയ്യണം. തീർച്ചയായും. എന്തായാലും ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഇവിടെ വെച്ച് തന്നെ കപ്പ് സ്വന്തമാക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ ആരാധകരും ഈ കളികളും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇനി ഫൈനലിന് കാണാം. ദുബായിൽ നിന്നും ശരചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24.
ആശാ വർക്കേഴ്സിന് 2023-24 വർഷത്തെ തുക നൽകാനില്ല എന്ന കേന്ദ്രവാദം തെറ്റെന്ന സംസ്ഥാന ആരോഗ്യവകുപ്പ്. കോ ബ്രാൻഡിംഗിന്റെ പേരിൽ 2023-24 കേന്ദ്രം നൽകേണ്ട 636.88 കോടി രൂപ നൽകിയില്ല. പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഒക്ടോബർ 28-ന് കേന്ദ്രം നൽകിയ മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലിം, അല്പസമയം മുൻപാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം സംസ്ഥാനത്തിനെതിരെ ഉയർത്തിയത്. ഇപ്പോൾ അതിനുള്ള മറുപടി വരുന്നു. എങ്ങനെയാണ് ഈ മറുപടി? പ്രവിത, ആശാ വർക്കേഴ്സിന്റെ വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പോര് തുടരുകയാണ്. കേന്ദ്രം സംസ്ഥാനത്തിന് അനുവദിക്കാനുള്ള മുഴുവൻ തുകയും അധികവും അനുവദിച്ചു എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. 2023-24 വർഷത്തിലെ മുഴുവൻ തുകയും നൽകിയെന്ന ആ വാദമാണ് ഇപ്പോൾ സംസ്ഥാനം തള്ളുന്നത്. അത് കുറച്ച് കണക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം വാദം തള്ളുകയും ചെയ്യുന്നത്. 636.88 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ട്. ആ തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഈ കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. കോ ബ്രാൻഡിംഗിന്റെ പേരിലാണ് 2023-24 വർഷത്തിൽ 636.88 കോടി രൂപ കേന്ദ്രം നൽകാത്തത്. അത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഒപ്പം കേന്ദ്ര സെക്രട്ടറിക്കും സ്റ്റേറ്റ് മിഷൻ നാഷണൽ മിഷനും കത്തയച്ചിരുന്നു. പക്ഷേ അതിന് ഒക്ടോബർ 28-ന് കേന്ദ്രം നൽകിയ മറുപടിയിലും ഈ തുക കേരളത്തിന് നൽകാനുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് എന്ന് ആ കത്തിന്റെ മറുപടി കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മാത്രമല്ല NHMന്റെ ആശാ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്ക് സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് 1 രൂപ പോലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചില്ല. ആകെ കേന്ദ്രം തരാനുള്ളത് 826.02 കോടി രൂപയാണ്. അതിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിന്റനൻസിനും കൈൻ ഗ്രാന്റിനും വേണ്ടിയുള്ള 189.15 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് എന്നും ഈ സംസ്ഥാന ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള ബാക്കി ഒന്നും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കാത്തതിനാൽ കേരളം സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് NHMന്റെ മുഴുവൻ പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോയത് എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളത് കേന്ദ്രത്തിന്റെ ഈ നടപടി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നുകൂടിയാണ് സംസ്ഥാനം വിലയിരുത്തുന്നത്. പ്രവിത, ശരി. കേന്ദ്ര സർക്കാരിന് മറുപടിയുമായാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വന്നിരിക്കുന്നത്. ആശാ വർക്കേഴ്സിന് 2023-24 വർഷത്തെ തുക നൽകാനില്ല എന്ന കേന്ദ്രവാദം തെറ്റെന്നാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ആശാ വർക്കേഴ്സിന്റെ സമരം തീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFനെയും സർക്കാരിനെയും മോശമാക്കാൻ LDF വിരുദ്ധർ നടത്തുന്ന സമരമാണ് നടക്കുന്നത്. എങ്കിലും ആശാ വർക്കേഴ്സിനെ മാനിച്ച് ചർച്ച നടത്തണം. ആശമാരെ ശത്രുക്കളുടെ കയ്യിലെ ആയുധമാക്കി വിട്ടു നൽകരുത് എന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ആശാ വർക്കേഴ്സിന്റെ സമരം നിയമസഭയിൽ ഉയർത്തി ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ച് പ്രതിപക്ഷം. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ബഹളത്തിൽ കലാശിച്ചു. ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഒരു സംഗതിയെപ്പറ്റിയുള്ള ചർച്ച ആ പ്രമേയം വഴി പുനരാരംഭിക്കാൻ പാടില്ല. സബ്മിഷനായി നിയമസഭയിൽ വന്ന വിഷയം വീണ്ടും കൊണ്ടുവരുന്നത് ചട്ടലംഘനമെന്ന് സർക്കാർ ആദ്യം തന്നെ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ പ്രമേയ അവതാരകനായ രാഹുൽ മങ്കൂട്ടത്തിൽ ഇടതു നേതാക്കൾ സമരക്കാരെ ആക്ഷേപിച്ചത് ആയുധമാക്കി. നിങ്ങൾ അവരെ കൃമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവർ ഈർക്കൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ അവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? സമരക്കാരോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. SUCIയുടെ നാവായി രാഹുൽ മങ്കൂട്ടത്തിൽ മാറിയെന്നും മന്ത്രി. SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറുടെ ഇടപെടൽ. ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബാനറും പ്ലക്കാർഡും ഉയർത്തി സ്പീക്കറുടെ മുഖമറച്ച് പ്രതിഷേധിച്ചതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. മാർച്ച് 18-ന് വീണ്ടും സഭ ചേരും. 24 തിരുവനന്തപുരം. കൊല്ലത്ത് നാളെ കൊടിയേറ്റ്. ഇടതുമുന്നണിയെ മൂന്നാം തവണയും പിണറായി വിജയൻ നയിക്കണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ 24നോട്. കേന്ദ്ര സർക്കാരും UDFും സംസ്ഥാനത്തോട് അനീതിയും വഞ്ചനയും കാട്ടുമ്പോൾ ആ പ്രതിസന്ധി നേരിടാൻ പിണറായി വിജയനെ പോലെ ശക്തനായ ഭരണാധികാരി വേണമെന്ന വികാരമാണ് ജനങ്ങൾക്കുള്ളതെന്നും AK ബാലൻ 24നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കുമെന്ന ചോദ്യത്തിന്
തന്ത്രപരമായ മറുപടിയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നൽകുന്നത്. ജനങ്ങളുടെ ആഗ്രഹം നിലയ്ക്കാണ് പിണറായി തന്നെ നയിക്കണമെന്ന ആവശ്യം AK ബാലൻ മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മൂന്നാമതും പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരണം. ഇത് പൊതുവിലുള്ള ഒരു ധാരണയാണ്. 2016 പിണറായി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നതിന് 6 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹത്തെ പോലൊരു ശക്തനായ ഭരണാധിപനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. ജനങ്ങളുടെ ആഗ്രഹം പിന്നീട് പാർട്ടി നിറവേറ്റിയെന്നും AK ബാലൻ പറയുന്നു. ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണല്ലോ അധികാരത്തിൽ വന്നത്. അതിന് 6 വർഷം മുമ്പേ ജനങ്ങളുടെ ഇടയിലുള്ളൊരു പ്രചരണം, എൻ്റെ അഭിപ്രായമല്ല, പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് വരണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജനവികാരത്തിനനുസരിച്ച് തന്നെ പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെയും UDFന്റെയും നിലപാട് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ പിണറായി തന്നെ വേണമെന്നാണ് ജനങ്ങൾ കാണുന്നതെന്ന് AK ബാലൻ പറയുന്നു. രണ്ടാം പിണറായി ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ്റും ഇവിടെയുള്ള UDFും കാട്ടുന്ന അനീതിയാണ്, വഞ്ചനയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കേരളത്തെ സംരക്ഷിക്കാൻ ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരി വേണം എന്നുള്ള സന്ദേശമാണ് ജനങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളുന്നത്. പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി നയിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് AK ബാലന്റെ ഈ പ്രതികരണങ്ങൾ. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പ്രായപരിധി ഇളവ് ഒരാൾക്ക് വേണ്ടി എന്നത് ദുർവ്യാഖ്യാനമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചാണ് നയങ്ങളും അടവു നയങ്ങളും സ്വീകരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ക്യാപ്റ്റൻ നയിക്കുകയല്ലേ എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും. ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? CPIM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് കൊടിയേറും. സംസ്ഥാനത്തെ 5.5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 486 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 3 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയിൽ സംഗമിക്കും. സംസ്ഥാന സമ്മേളനത്തിന്റെ സന്ദേശമറിയിച്ച് കൊല്ലം ബോട്ട് ജെട്ടിയിലേക്ക് ഇന്ന് ജലഘോഷയാത്ര നടത്തും. ഇത് 3ാം തവണയാണ് കൊല്ലം CPIM സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിനു മുമ്പ് 1971-ലും 95-ലുമാണ് കൊല്ലത്ത് CPIMന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. 30 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിന്റെ ആവേശത്തിലാണ് കൊല്ലത്തെ CPIM പ്രവർത്തകർ. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയിൽ സംഗമിക്കുന്നതോടെ കൊല്ലം CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ആരംഭങ്ങളിൽ അമരും. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആശ്രമ മൈതാനിയിൽ പതാക ഉയർത്തും. വ്യാഴാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 486 പ്രതിനിധികളും 44 അതിഥികളും നിരീക്ഷകരും ഉൾപ്പെടെ 530 സഖാക്കളാണ് സമ്മേളന പ്രതിനിധികളായിട്ട് ഉണ്ടാകുക. 3 കൊല്ലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങൾ എത്രമാത്രം പ്രാവർത്തികമായെന്ന വിലയിരുത്തലും കൊൽക്കത്ത പീനൽ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിലുള്ള വിലയിരുത്തലും റിപ്പോർട്ടിന്റെ ഭാഗമാണ്. എന്നാൽ എറണാകുളം സമ്മേളനത്തിലെ പോലെ തന്നെ നവകേരള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന രേഖയാണ് കൊല്ലം സമ്മേളനത്തിലെയും ഹൈലൈറ്റ്. നവകേരളത്തിനായുള്ള പുതു വഴികൾ എന്നുള്ള ഒരു രേഖ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ അതിൻ്റെ പ്രയോഗം എങ്ങനെ, എത്രത്തോളം നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭൂതകാലവും അതിൻ്റെ വർത്തമാനവും അതിൻ്റെ ഭാവിയും ഈ ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഗൗരവപൂർവ്വം ഒരു രേഖ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ സർക്കാരിനെ പറ്റി ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. ജില്ലാ സമ്മേളനങ്ങളിതുപോലെ ചർച്ചയും വിമർശനവും അതിരുവിടാതിരിക്കാൻ നേതൃത്വം പ്രത്യേകം ശ്രദ്ധിക്കും. പ്രകടമായ രീതിയിലുള്ള വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചതോടെ CPIM സമ്മേളനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആ പഴയ ഉദ്വേഗജനകമായ അന്തരീക്ഷം ഇപ്പോഴില്ല.
സംസ്ഥാന സമിതിയിലേക്കും സംസ്ഥാന സെക്രട്ടറിയിലേക്കും ആരൊക്കെ പുതുതായി വരും എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. കൊല്ലത്ത് നിന്ന് സതീഷിനും രാജ്കിരണിനുമൊപ്പം ആർ ശ്രീജിത്ത്, 24. തൃശൂർ വരവൂർ പഞ്ചായത്തിൽ അറവ് മാലിന്യ പ്ലാന്റിനെതിരെ പ്രതിഷേധം. പ്ലാന്റിലേക്ക് അനുമതി ലംഘിച്ച് മാലിന്യം എത്തിച്ച വാഹനങ്ങൾ തടഞ്ഞു. ഒരു പ്രദേശവാസിക്ക് പരിക്കേറ്റു. പ്രവർത്തനാനുമതിയില്ലാതെ ട്രയൽ റൺ നടത്താനുള്ള നീക്കമാണ് കമ്പനി നടത്തിയതെന്ന് പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു. വരവൂരിൽ ജനവാസ മേഖലയിൽ അറവു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ ദീർഘനാളായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പ്ലാന്റിന് പ്രവർത്തനാനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ 3 വാഹനങ്ങളിൽ അറവു മാലിന്യം പ്ലാന്റിലേക്ക് എത്തിച്ചത്. ഇതോടെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞിട്ടു. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് അവർ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. അതിലേക്ക് കൊണ്ടുവന്ന മാലിന്യ വണ്ടി മണ അടിച്ചുകൊണ്ട് നാട്ടുകാർ തടഞ്ഞിട്ടു. ഒരു വണ്ടി അതിനകത്തേക്ക് പോയി, 2 വണ്ടികൾ ജനങ്ങൾ തടഞ്ഞിട്ടു. പോലീസ് വന്ന് കമ്പനി അധികൃതരും പോലീസും കൂടി വണ്ടി മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. യാതൊരു തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഈ പ്ലാന്റിനില്ല. എല്ലാവരും ഈ പ്ലാന്റിനെതിരാണ്. പോലീസ് ഇടപെട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് വാഹനവും മാലിന്യവും പിന്നീട് മടക്കി കൊണ്ടുപോയി. അനുമതി ലഭിക്കുന്നതിന് മുൻപ് ട്രയൽ റൺ നടത്തിയ നീക്കം ചട്ടവിരുദ്ധമെന്ന് വരവൂർ പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു. ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിനും ഭരണസമിതി കൂട്ടുനിൽക്കില്ല. ഇവിടെ കണ്ടത് തീർച്ചയായിട്ടും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇത് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഇത് ബന്ധപ്പെട്ട അധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ തീർത്തും ജനങ്ങൾക്ക് ദോഷകരമായ ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കില്ല. ഒപ്പം ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിയമവിധേയമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പ്ലാന്റ് വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള നീക്കമുണ്ടായാൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. 24 തൃശൂർ. എറണാകുളം കാക്കനാട് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 2ാമത്തെ വാർഷിക പൊതുയോഗം നടന്നു. തൃക്കാക്കര ലിറ്റിൽ ഫ്ലവർ പാരിഷ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആയുർവേദം ഫോർ നീ ഹെൽത്ത് എന്ന വിഷയത്തിൽ ഡോക്ടർ മാധവചന്ദ്രൻ ക്ലാസ് എടുത്തു. ഡോക്ടർ ടോമി തോമസ്, ഡോക്ടർ ജിൻഷിത് സദാശിവൻ, തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള എന്നിവർ പരിപാടിയുടെ ഭാഗമായി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സ്നേഹാദരവ് 24 സീനിയർ റിപ്പോർട്ടർ നിതിൻ അംബുജൻ ഏറ്റുവാങ്ങി. 24 പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.